ഹലോ, ഞാൻ വലുതായിട്ട് സർപ്രൈസുകൾ കിട്ടാത്ത ഒരാളാണ് ബട്ട് ഞാൻ കൊടുക്കാറുണ്ട്. എല്ലാവർക്കും ഒന്നും കൊടുക്കാറില്ല. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല ബട്ട് ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് സർപ്രൈസ് കിട്ടുന്നത് 19th ബർത്ത്ഡേക്കാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ആണിത്. ഞാൻ ഇന്നേ വരെ ഒരു ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുക, ഫ്രണ്ട്സൊക്കെ പറയും ചിലവ് ചെയ്യണം, ബട്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. അങ്ങനെ ഇരിക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരാൾ എനിക്ക് സർപ്രൈസ് തന്ന ഒരു ബർത്ത്ഡേ ആയിരുന്നു 19th ബർത്ത്ഡേ. എനിക്കധികം ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും വേണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് ഒരു കേക്ക് മുറിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് എൻ്റെ ബർത്ത്ഡേ അങ്ങനെ ആരും ഓർക്കാറില്ല വലുതായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബിരിയാണി വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ബിരിയാണി ഓർഡർ ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് സർപ്രൈസ് ആയിട്ട് വരുന്നത്. കൊടുത്തു വിട്ട ആൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ട്സിൻ്റെ കൈ കൊടുത്തുവിട്ട് അവളും എഫേർട്ട് ഇട്ട്, എനിക്ക് കൊടുത്തു വിട്ട ആളും നന്നായിട്ട് എഫേർട്ട് ഇട്ട് എനിക്കൊരു സർപ്രൈസ് എന്നൊരു ഫസ്റ്റ് സർപ്രൈസ് ആയിരുന്നു അത്. നമുക്ക് പറ്റുന്ന പോലെ ഒരു സർപ്രൈസ് ആൾക്കാർക്ക് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അത് കിട്ടുന്ന ആൾക്കാർ കൂടുതൽ കൊടുക്കുന്ന ആൾക്കാർക്കും കൂടുതൽ സന്തോഷം ഉണ്ടാവുക. ഞാൻ പേഴ്സണലി കൊടുത്തിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ എനിക്കും കൂടുതൽ സന്തോഷം ഉണ്ടായിരിക്കുക. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എഫേർട്ട് ഇട്ട് ഇങ്ങനെ ചെയ്യുന്ന ചില മനുഷ്യന്മാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒന്നും പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ല അവർ ചെയ്യുന്നത്, പക്ഷെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അവർ ചെയ്യും. നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരെ ഒരിക്കലും നമ്മൾ കൈവിട്ട് കളയരുത്.